ധാരാളം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ പത്മശ്രീ. നമ്മളൊക്കെ പല പേരുകളും കേട്ടു. അദ്ദേഹത്തിന് അവരുടെയൊക്കെ പ്രതികരണം എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടൊക്കെ ഇരുന്നു അല്ലേ? അപ്പൊ പല പ്രതികരണങ്ങളും പക്ഷെ പഴയിപ്പോയി. ചില ആളുകൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വരെ എഴുതി വെച്ചിരുന്നു മനസ്സുകൊണ്ട്. അതെ അതെ. ഞാൻ പക്ഷെ PCR പറഞ്ഞിരുന്നു, വാർത്ത വരുമ്പോ വളരെ സാവധാനം കൊടുത്താൽ മതി, എന്നെ അറിയിക്കാവുള്ളൂ. ഉണ്ണിക്ക് പത്മ, പത്മയ്ക്ക് ഉണ്ണി രണ്ടും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഒരു കാലത്ത് വരും. അതൊക്കെ വരും. നമ്മളെ തേടി എത്താനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും. അതെ. അതുകൊണ്ട് പത്മയ്ക്കൊരു കുറവ് ഉണ്ട്. അത് പത്മയ്ക്കൊരു കുറവ് അത്രേ ഉള്ളൂ അല്ലേ? ഈ ഡൽഹിയിലെ ആളുകളെ ടിക്കറ്റ് എടുത്ത് വെക്കാം. അതുകൊണ്ട് ഇപ്പൊ PCR ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കൊച്ചി പത്മ തിയേറ്ററിൽ ഒരു ടിക്കറ്റ് ഉണ്ണി ബാലകൃഷ്ണൻ എടുത്ത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡൽഹിയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്മ അവാർഡിന് വേണ്ടിയിട്ട്. അതൊക്കെ ഇപ്പോഴാണല്ലോ ആ സിനിമയൊക്കെ വരുന്നത്. ഞാനിപ്പോൾ അവിടെ എത്തുമ്പം ഞാൻ 98 ഡൽഹിയിലെത്തുന്നത്. ഈ ഒരു 2000, 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ അവിടെ ഒന്ന് താമസിക്കും. താമസിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ. ഹോം ഡിപ്പാർട്ട്മെന്റാണ് ഇത് തീരുമാനിക്കുന്നത്. സ്റ്റേറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് പോകും, അതുകൂടാതെ ഹോം ഡിപ്പാർട്ട്മെന്റിനും തീരുമാനിക്കാം. ഇത് പർച്ചേസ് ചെയ്യും ആളുകൾ. വലിയ കോടീശ്വരന്മാരൊക്കെ, വലിയ വ്യവസായികളൊക്കെ ഈ പത്മശ്രീ സംഘടിപ്പിക്കുന്നത് പിന്നെ നല്ലൊരു തുക സംഭാവനയായി നൽകിക്കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത് ആ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാറുണ്ട് ഈ അവാർഡ്. തെറ്റായിട്ടൊരു കീഴ്വഴക്കമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഭാരതരത്നയാണെങ്കിലും ശരി, ഈ പത്മഭൂഷൺ ആണെങ്കിലും ശരി, ഇതൊക്കെ കിട്ടിയാൽ പേരിനോടൊപ്പം ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ആളുകൾ ഇത് ഉപയോഗിക്കും. അത് ഈ ജ്വല്ലറി കടക്കൊക്കെ ഉദാഹരണത്തിന് വരുന്ന സമയത്ത് ഈ പത്മശ്രീ, പത്മഭൂഷൺ എന്ന് പറയുന്ന ആളുടെ പേരും കൂടെ വെച്ചായിരിക്കും ഈ ജ്വല്ലറിക്കാരെ പരസ്യം ചെയ്യുന്നത്. ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതെ അതെ അതെ.